പാലക്കാട് നിങ്ങൾ അന്വേഷിച്ച ബഷീർ മാഷ പോലെയുള്ള അവിടെയുള്ള പ്രവർത്തകരോട് ചോദിച്ചോ. ബഷീർ മാഷടക്കമുള്ളവർ മൗലവിയുടെ വീട്ടിലേക്ക് പോയി. അദ്ദേഹം അതിന്റെ അടുത്ത് അരീക്കോട് ഭാഗത്താണ്. മൗലവിയോട് പറഞ്ഞു അഹ്സാമുല്ലദാത്തൊന്ന് കാണണം. അപ്പൊ മൗലവി പറഞ്ഞു ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ മൗലവിയോട് കുട്ടികൾ വെച്ച് പിന്നെന്തേ നിങ്ങൾ സ്റ്റേജുമെന്ന് പറഞ്ഞത്? അപ്പൊ അയാൾ പറഞ്ഞു ഞാനത് ബയാനു തൻബീസിൽ ജഹമിയ എന്ന ഇബ്നു തൈമിയ്യന്റെ കിതാബിലാണുള്ളത്. അപ്പൊ കുട്ടികൾ ചോദിച്ചെന്ന അതൊന്ന് കാണിച്ചു തരുമോ? അപ്പൊ മൗലവി പറഞ്ഞു അതും ഞാൻ കണ്ടിട്ടില്ല. പിന്നെങ്ങനെ? അത് എന്റെ ഡയറിയിൽ കുറിച്ചെടുത്തതാണ്, വേറൊരു മൗലവി കുറിച്ചു കൊടുത്തതാണ്. ഓ സഹോദരന്മാരെ, ഈ ബയാനു തൽബീസിൽ ജഹമിയ എന്ന ഗ്രന്ഥം എന്റെ കയ്യിലുണ്ട്. കുറ്റ്യാടിയിൽ ഞാനത് സൂക്ഷിച്ചിട്ടുണ്ട്. ആ കുറ്റ്യാടിയിൽ അത് സൂക്ഷിച്ചത് എങ്ങനെയാണെന്നറിയോ? ഞാൻ ഒരു മുജാഹിദായ മൗലവിയോട് തന്നെ വാങ്ങിയതാണ്. പക്ഷെ അപ്പോൾ ഞാൻ സുന്നിയാണെന്ന് അയാൾ അറിയിച്ചിട്ടില്ല. മൗലവി പറയുന്നുണ്ട് ഇവർക്ക് ചിലപ്പോ സുന്നിയാണെന്ന് അറിയിക്കാതെ ചോദ്യം ചോദിക്കലും മറ്റുമുണ്ടെന്ന്. ഉണ്ട് മൗലവിമാരെ, നിങ്ങളെ തകർക്കാൻ, നിങ്ങളുടെ കുഫിരിയത്തിനെ തകർക്കാൻ കഅബ് ഇബ്നുൽ അശ്റഫിനെ, അള്ളാന്റെ റസൂലിനെ പരിഹസിച്ച കഅബ് ഇബ്നുൽ അശ്റഫിനെ നശിപ്പിക്കാൻ വേണ്ടി സഹാബത്ത് നബിയുടെ ആളാണെന്ന് മനസ്സിലാകാത്ത നിലയ്ക്ക് പോയ സംഭവം ബുഖാരിയിലില്ലേ? അത് റസൂലുള്ള അംഗീകരിച്ചിട്ടില്ലേ? ഞങ്ങൾക്ക് തെളിവ് ബുഖാരിയാണ്, സഹാബത്തിന്റെ പതിവാണ്, സഹാബത്തിന്റെ പ്രവർത്തന ശൈലിയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ആ ബയാനു തൽബീസിൽ ജഹമിയ എന്ന ഗ്രന്ഥം ഒരു മൗലവിയോട് തന്നെ വാങ്ങിയിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? അള്ള ഒരു കട്ടിൽ മേൽ ഇരിക്കുകയാണ്. എന്നാ പടച്ചോട് ദേഷ്യം പിടിക്കുമ്പോ അള്ള ഇങ്ങനെ വീർക്കും, അള്ളങ്ങട്ട് വീർക്കും, അത് കനം കൂടും. അങ്ങനെ കനം കൂടുമ്പോ അള്ള ഇരിക്കുന്ന കട്ടില് കരകരാന്നിങ്ങെരിയും എന്ന് എഴുതി വെച്ച ഗ്രന്ഥമാണ് ബയാനു തൽബീസുൽ ജഹ്മിയ്യ. ഈ ആശയം ഞങ്ങളെ നാദാപുരത്ത് കൊണ്ടുവന്നിട്ട് വിളമ്പണോ? മുസ്ലിമീങ്ങളെ മുന്നിൽ വിളമ്പണോ? അതുകൊണ്ട് പൊളിച്ചെഴുത്ത് ഒന്ന് അല്ലാഹുവിലുള്ള വിശ്വാസത്തിലാണെന്ന് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരോട് ഉണർത്തുന്നു. ഇവിടുന്ന് പറയാ, നിങ്ങളെ മാനിയത്തിൽ സഖാഫിന്റെ ബുക്കിലുമില്ലേ പ്രകടമായ അർത്ഥം ഇറങ്ങി വരുന്നാണ്. ആ അർത്ഥം അനുസരിച്ച് വിശ്വസിക്കരുത് എന്നാണുള്ളത്. പ്രകടമായ അർത്ഥം അങ്ങനെയാണ്, പക്ഷേ അങ്ങനെ വിശ്വസിക്കരുത്. പക്ഷേ ഇറങ്ങി വരും എന്ന അർത്ഥം പ്രകടമായ അർത്ഥം തന്നെ ഭൗതികമായ നിലക്ക് അർത്ഥം പറയുമ്പോഴാ. വാസ്തവത്തിൽ ആ വാചകത്തിന് എന്തിനും ഇറങ്ങുന്ന അർത്ഥമുള്ളൂ. അത് ഇവിടെ തന്നെ പ്രസംഗിച്ചപ്പോൾ മൗലവിയുടെ നാവ് കൊണ്ട് ഇറങ്ങും എന്ന് ഹദീസിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങും എന്നുള്ള ഹദീസ് ഏതാണ് മൗലവി? ഇറങ്ങി വരും എന്നുള്ള ഹദീസ് ഏതാണ്? രണ്ടിന് വാചകം വെവ്വേറെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. ഇറങ്ങും എന്ന് നിങ്ങളെ നാവ് കൊണ്ട് പറഞ്ഞു ഞാൻ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇറങ്ങും എന്നേ ആ വാചകത്തിന് അർത്ഥമുള്ളൂ. പ്രകടമായ അർത്ഥം ഇറങ്ങി വരും എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം അതാണ്. പക്ഷേ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. ഇതാണ് മാളിയക്കൽ പറഞ്ഞത്. അല്ലാതെ മാളിയക്കൽ അവിടെ വേറൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇനി ഈ സഹോദരന്മാരെ അടുത്ത വിഷയത്തിലേക്ക് കടക്കാൻ, ഇവിടെ പ്രസംഗം തുടങ്ങിയപ്പോ മൗലവി ചെയ്തത് എന്താണ്? സാധാരണ ചെയ്യുന്ന ഏർപ്പാട് തന്നെ. അതെന്താ? അയാൾ പറഞ്ഞൊക്കെ നമ്മളെ തലയിൽ വെച്ച് കെട്ടുക. അയാൾ ആദ്യം തന്നെ പറയാണ്, എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാർ, മുജാഹിദ് സുഹൃത്തുക്കൾ, ഞാൻ എന്റെ മുജാഹിദ് സുഹൃത്തുക്കളോട് പറഞ്ഞു, നിങ്ങളോട് എനിക്കൊരു വൈരാഗ്യവുമില്ല, എനിക്കൊരു വിദ്വേഷവുമില്ല. എനിക്കറിയാം നാദാപുരത്ത് പരിസരങ്ങളിലോ കടവത്തൂരിലോ വാണിമേലിലോ എവിടെയെങ്കിലും വല്ല മുജാഹിദ് പ്രസ്ഥാനത്തിലും പെട്ടുപോയ സാധാരണക്കാരുണ്ടെങ്കിൽ നരകത്തിൽ കിടക്കണം എന്ന് വിചാരിച്ചിട്ട് അവരാരും മുജാഹിദായതല്ല. മറിച്ച് മൗലവിമാരുടെ പ്രഭാഷണങ്ങളും ക്ലാസുകളും കേട്ട് പെട്ടുപോയതാണ്. അല്ലാഹുവിന്റെ സന്മാർഗത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല നരകത്തിൽ കിടക്കണം വിചാരിച്ചായിരുന്നു മുജാഹിദാവും ആവൂല. പക്ഷെ മൗലവിമാർ ഒരു മനഃപൂർവ്വം നിങ്ങളെ പറ്റിക്കുകയാണ്. ഈ മൗലവിമാർ പേരോടിന്റെ പ്രസംഗം മുജാഹിദുകൾ കേട്ടുപോകരുത് എന്ന് നിർബന്ധമാണ്. അതിനവരെന്താ ചെയ്തെന്നറിയോ? മുജാഹിദുകളോട് പ്രസംഗത്തിൽ ഇവിടുന്ന് തന്നെ മൗലവി പറയാണ്, മുജാഹിദുകൾക്ക് എല്ലാവർക്കും ലൂസാണ് എന്നാ പേരോട് പറയുന്നത്. അപ്പൊ മുജാഹിദുകൾ ഞങ്ങളൊക്കെ ഭ്രാന്തനാക്കുന്ന ഇവന്റെ പ്രസംഗം നമ്മൾ കേൾക്കണം എന്ന് മുജാഹിദുകൾക്ക് തോന്നൂലേ? അതിനുവേണ്ടി എന്റെ പ്രസംഗം കേൾക്കാതിരിക്കാൻ വേണ്ടി മൗലവി എടുത്തൊരു അടവ്, മുജാഹിദുകൾ മുഴുവനും ലൂസാണ് എന്നാ പേരോട് പറയുന്നത്. എന്റെ നാവ് കൊണ്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞതായി തെളിയിക്കാൻ സാധ്യവുമല്ല. അതേ സമയത്ത് ഞാൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ പറഞ്ഞു പേരോടിന് ലൂസാണ്. മൗലവിയുടെ നാവ് കൊണ്ട് പറഞ്ഞു പേരോടിന് ലൂസാണ്. മൗലവിയുടെ നാവ് കൊണ്ട് പറഞ്ഞു സമസ്തയുടെ ആലിമീകൾ മുഴുവനും മാനസിക രോഗികളാണ്.
സുബ്ഹാനല്ലാഹ്, കണ്യത്ത് ഉസ്താദ് മാനസിക രോഗി, കെ അബൂബക്കർ മുസ്ലിയാർ മാനസിക രോഗി, ഖുതുബി തങ്ങൾ മാനസിക രോഗി, പാറക്കത്തെ വലിയ ഖാദിയാർ മാനസിക രോഗി, അതുപോലെ ചായക്കോട് കുഞ്ഞലി മുസ്ലിയാർ മാനസിക രോഗി, സദഖത്തുള്ള മുസ്ലിയാർ മാനസിക രോഗി. അവരെല്ലാം സമസ്തയുടെ വലിയ വലിയ സ്ഥാനമുള്ള പണ്ഡിതന്മാരായിരുന്നു. സമസ്തയിലെ മെമ്പറാകണോ മാനസിക രോഗിയാകണമെന്ന്. സമസ്തയുടെ ഒരുപാട് കാലം വൈസ് പ്രസിഡന്റ് ആയിരുന്നു ബഹുമാനപ്പെട്ട സദഖത്തുള്ള മുസ്ലിയാർ. അങ്ങനെ ആരെങ്കിലുമൊക്കെ മാനസിക രോഗി നിങ്ങളാ പറഞ്ഞത്, അത് ഞാൻ കേൾപ്പിക്കുന്നു. മൗലവി തന്നെ പറഞ്ഞത് ലൂസ്, ഞാനല്ല പറഞ്ഞത് ലൂസ്, നിങ്ങളാ പറഞ്ഞത്. മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റും. ഒരു വലിയ കാര്യത്തിലുള്ളവരെ അതിന് പോകുള്ളൂ. ഒരാവറേജ് പൂർണ്ണ ബുദ്ധിയുള്ളവർക്ക് അപ്പുറത്താ. ഇതല്ലെങ്കിൽ ആർക്കാ ചെയ്യാത്തത്? എന്നിട്ട് മൂപ്പര് ഇവിടെ വന്നാൾക്ക് ഫുള്ള് ലൂസാ. കണ്ടോ, ആരാണ് ലൂസാണെന്ന് പറഞ്ഞത്? ഈ മൗലവിയുടെ ഒരു തെറ്റിദ്ധരിപ്പിക്കലോ. മൗലവിന്റെ വയല് കേട്ടാ വിചാരിക്കും ആഹ്റത്തിൽ ഇങ്ങനെ ഒലിക്കാണ്. എന്താണ് നമുക്ക് മരിക്കണ്ടേ എന്നൊക്കെ ചോദിക്കാം. സമസ്തയുടെ ആലിമീങ്ങൾ മുഴുവൻ മാനസിക രോഗികൾ. ഇവിടെ വന്നാക്ക് പൂർണ്ണ ലൂസ്. ഞാൻ വന്നാളല്ല, ഞാനിവിടെ ഉള്ള ആളാണ്. എന്നിട്ട് എന്റെ പേരിൽ വെച്ച് കെട്ടുക. മുജാഹിദീങ്ങൾക്ക് മുഴുവൻ ലൂസാന്ന് പേരോട് പറഞ്ഞു. ഇതയാൾ പറഞ്ഞതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു ലൂസ് ആർക്കാണ് നിങ്ങൾ ചിന്തിച്ചോളി, നിങ്ങൾ തീരുമാനിച്ചോളി, ഞാൻ പറയില്ല എന്ന്. എന്നിട്ട് ഞാനൊരു കത്ത് വായിച്ചു. അബ്ദു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ മുജാഹിദ് സിറാജുൽ ഓഫീസിൽ നിന്ന് മുജാഹിദിലേക്ക് ഒരു മറുപടി എഴുതിയിട്ട് അതിന് മുജാഹിദിലേക്ക് അബ്ദുവിനൊരു മറുപടി എഴുതി. മറുപടിയിൽ എന്താണെന്ന് അറിയോ? നിങ്ങൾ അഡ്രസ് അറിയിച്ചു തരണം. അബ്ദുവിന് കത്തയക്കാണ് അഡ്രസ്സിൽ. അബ്ദുവിന്റെ അഡ്രസ് കത്തയക്കാൻ നിങ്ങൾ അഡ്രസ് അറിയിച്ചു തരണോ? ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു. എന്നിട്ടോ ആ കത്തിനെ പറ്റി മൗലവി എടുത്തില്ല. കത്ത് പറഞ്ഞു അതിപ്പോ എനിക്ക് വിശദീകരിക്കാൻ നേരില്ല. അത് 4 ദിവസം ഉണ്ടായിട്ട് നേരില്ല അല്ലേ? എന്റെ മൂപ്പര് പറയാ ആ അബ്ദു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എഴുതി നിങ്ങൾ ബിസ്മിന്റെ ബാ എഴുതിയ നീളം പോരാ, ഖുർആൻ എഴുതിയ പോലല്ല. അതിന് മൗലവിന്റെ മറുപടി പറയോ? അസ്സലാമലൈക്കും നിങ്ങൾ എഴുതിയപ്പോ അവിടെയും നീളം കുറഞ്ഞു പോയിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മറുപടിയിൽ അസ്സലാമലൈക്കും എഴുതിയതിന്റെ നീളം കുറഞ്ഞതിന് ആദ്യമായിട്ട കത്തിനെങ്ങനെ ബായിന്റെ നീളം കുറയാ? അത് ഇയാള് ബിസ്മി എഴുതിയ കത്തിന്റെ മറുപടിയിൽ പിന്നെ വരുന്ന മറുപടിയിൽ ലാമ് കുറഞ്ഞു പോയത് കൊണ്ടാണ് ആദ്യമായിട്ട കത്തില് ബായിന്റെ നീളം കുറഞ്ഞു പോയത്. മറുപടി നിങ്ങളൊന്ന് ആലോചിച്ചോ. ഇപ്പൊ ലൂസ് എങ്ങനെ ഉണ്ട്? ലാമ് വിട്ടുപോയി. ലാമ് വിട്ടൊന്നും പോയിട്ടില്ല. അവിടെ ലാമ അവിടെ ഉണ്ട്. ലാമ് വിട്ടൊന്നും പോയിട്ടില്ല. അതായിട്ടും കാണാവുന്നതാണ്. അത് അബ്ദു എഴുതിയാട്ടോ, ഞാനും എഴുതിയതുമല്ല. ഒരു അബ്ദു എഴുതിയ കത്തിന്റെ കഥയായി പറയുന്നത്. എന്നിട്ട് അതാണ് കാര്യമായിട്ട് മൂപ്പർ ഇവിടെ കുറെ സമയം ഉപയോഗിച്ച് അയ്യൊരു കത്ത് പറയാനാ 4 ദിവസത്തിനിടയ്ക്ക് കുറെ സമയം അതിന് ഉപയോഗിച്ചു. പിന്നെ ഇയാളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ലൂസ്, എനിക്ക് ലൂസ് സമസ്തന്റെ ആലിമീങ്ങൾ മുഴുവൻ മാനസിക രോഗികളാണെന്ന് പറഞ്ഞ ഇയാള് പ്രസംഗത്തിൽ എന്നെ വെല്ലുവിളിച്ചു. എന്നെപ്പറ്റി നിങ്ങൾക്കൊന്നും കാണിക്കാനില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അവരെ കാണിച്ചാലിയാ? കാണിക്കണോന്നായിട്ട് നിർബന്ധമാണ് കാണിക്കണ്ടേ? അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ അയാൾ തലമറക്കാതെയും വിദേശത്തെ അയാൾ തലമറച്ചിട്ടുള്ള ഫോട്ടോ കാണിച്ചു. അയാളെ സീഡിയെന്നെ കാണിച്ചു. അപ്പ അയാൾക്ക് ചൂടായിട്ട് എന്താണ് ചൂടായതെന്നറിയോ? എന്നിട്ട് അയാളെന്നെ പറഞ്ഞു എന്നെപ്പറ്റി നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞോടെ ഞാൻ കാണിച്ചു. എന്നെ കാണിക്കില്ലായിരുന്നു. അയാൾക്കൊരു നിർബന്ധമാണ് കാണിക്കണ്ടേ? കാണിച്ചപ്പോ പിന്നെ ഇയാൾ പറയാണ് തലമറക്കെന്ന് പറയുന്നൊക്കെ വിധേയികളാണ്. തലമറക്കുന്നതിന് പോരിച്ച പറയുന്നവരും തലമറക്കാൻ ഞാൻ സാക്ഷിക്ക് പറ്റൂല, ആരിമീങ്ങൾ പണ്ഡിതന്മാരോ തലമറക്കില്ലേ സാക്ഷിക്ക് പറ്റൂല, ഇമാമത്തിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ വിധേയികളാണ്. ആരായി വിധേയികള്? ജൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വിധേയാണ്. ഫത്ഹുൽ മുന്നിലാണ് ആ മസ്അലയുള്ളത്. ഇമാമിങ്ങളുടെ കിതാബിലാണുള്ളത്. വിധേയാണ്. പിന്നെ ആരെന്നാ പറഞ്ഞത് ഇൻഷാ അല്ലാഹ് ഞാൻ കാണിച്ചു തരാം. ഇത് തലമറക്കുന്നതിന്റെ ബഹുമാനവും അതൊക്കെ ഞാൻ പറയാം. എല്ലാ ഹദീസും വൈഫാണ് അല്ലെങ്കിൽ മൗദൂആണ്. എല്ലാ ഹദീസും വൈഫാണ് അല്ലെങ്കിൽ മൗദൂആണ്. മൂപ്പരങ്ങത്തോട് ഒറ്റ പറച്ചല. എന്നാ ഇയാള് ആ കോലോന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്ന് വരട്ടെ. മൗലവിന്റെ 2 കോലോ. അതുകൊണ്ട് തന്നെ റസൂലിനോടുള്ള മഹബ്ബത്തുള്ള ആളുകൾ വഴിക്കവകളിൽ കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് റസൂലിനോട് സ്നേഹം കാണിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ റസൂലിനോടുള്ള മഹബ്ബത്തുള്ള ആളുകൾ വഴിക്കവലകളിൽ കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് റസൂലിനോട് സ്നേഹം കാണിക്കേണ്ടതില്ല. ഇതാണ് ഞാൻ ചെയ്തത്. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അയാളെ കാണിക്കണമെന്ന് നിർബന്ധം.
അയാൾ പറഞ്ഞു പേരോട് ഇനി എന്നെ പറ്റി ഒന്നും കാണിക്കാനില്ല. കാണിച്ചു. ഇനി